ഇടുക്കിയിൽ സംസ്കരിച്ച നവജാത ശിശുവിൻ്റെ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കുഞ്ഞിൻ്റെ മരണകാരണം ആശുപത്രി വ്യക്തമാക്കാത്തതിൽ പിതാവ് പരാതി നൽകിയിരുന്നു. മരണകാരണം റിപ്പോർട്ടിലെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയുന്നില്ല. കാരണം ചോദിച്ചിട്ട് എനിക്ക് കാരണം പറഞ്ഞാൽ ഒരു കുട്ടി മരിക്കാനുണ്ടായ അഡ്മിറ്റായത് 11-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവർ 10-ാം തീയതി ചെയ്തായിരുന്നു. കുട്ടി ഒരു സൈഡിലായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ കാര്യമായ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. കാരണം അവർ പറഞ്ഞില്ല. അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ഞങ്ങൾ ധരിപ്പിച്ചുകൊണ്ടേ ഇരുന്നത്. അവിടെ ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, എന്താണ് ഇങ്ങനെയൊരു സംഭവത്തിന് കാരണമായത്? സംസ്കരിച്ച ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുക്കേണ്ടി വന്നത് എന്ത് കാരണങ്ങളാലാണ്? ആശുപത്രി നൽകുന്ന വിശദീകരണം എന്താണ്? ഇത് ജനിച്ച ഉടനെ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നോ? ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായ എന്താണ്? സനീഷ്, 9-ാം തീയതിയാണ് കുമളിയിലെ 6-ാം മൈൽ സ്വദേശികളായ ടിനുവിൻ്റെയും സേവ്യൻ്റെയും കുഞ്ഞ് മരിച്ച് ഗർഭസമയത്ത് മരിച്ച് ആണ് പുറത്തു വന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ അവർക്ക് നൽകിയ വിവരം. നേരത്തെ 9-ാം തീയതി അഡ്മിറ്റ് ആവുകയും ഈ കുഞ്ഞ് തിരിഞ്ഞു വരുന്നതിനാൽ 11-ാം തീയതി ശസ്ത്രക്രിയ ഫിക്സ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ വ്യത്യാസമുണ്ടായെന്നും ഹൃദയമിടിപ്പ് കുറയുന്നു എന്നതിനെ തുടർന്ന് 10-ാം തീയതി പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ ഇവരെ അറിയിച്ചിരുന്നത്. തുടർന്ന് 10-ാം തീയതി ശസ്ത്രക്രിയ നടത്തിയപ്പോഴാണ് ഇവർക്ക് ജനിച്ച ആൺകുഞ്ഞ് മരിച്ച നിലയിൽ പുറത്തെടുക്കാനായത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അവർക്ക് നൽകിയ വിവരം. പിന്നീട് ഉടൻ തന്നെ കുമളിയിലെ ലൂർദ് മാതാ പള്ളിയിലെ സെമിത്തേരിയിൽ കുട്ടിയെ മൃതദേഹം അടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്നുള്ളത് ഇവർക്ക് തോന്നിയതിനെ തുടർന്നാണ് ആശുപത്രിയുടെ അധികൃതർക്ക് പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം ഈ കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുള്ളത്. ആശുപത്രി അധികൃതരോട് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പലതവണയായി ചോദിച്ചിരുന്നു എന്താണ് കാരണം, ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിക്കാൻ കാരണം എന്നുള്ളത്. ആശുപത്രി അധികൃതർ കൃത്യമായ ഒരു വിവരം ഇവർക്ക് കൈമാറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ വ്യക്തതയില്ലാത്ത മറുപടികളാണ് നൽകിയിരുന്നത്. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുമായി സംസാരിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ആ ഡോക്ടർ അവരെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇതുവരെയും ഡോക്ടറുമായി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർക്ക് പറ്റിയൊരു പിഴവ് എന്ന നിലയിലാണ് വീട്ടുകാർ ഇപ്പോൾ ഇതിനെ കാണുന്നത്. കാര്യം 11-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാം എന്ന് പറഞ്ഞ് ഈ ടിനു എന്ന പെൺകുട്ടിയെ അല്ലെ സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം 10-ാം തീയതി പെട്ടെന്ന് ഈ ശസ്ത്രക്രിയ നടത്തുന്നു. അതിലൊരു ദുരൂഹത ഉണ്ട്. ഒരു കുഴപ്പവും ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സ്കാനിങ്ങിൽ ഉൾപ്പെടെ അത് കണ്ടെത്തിയിരുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് പറ്റിയ ഒരു പിഴവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അത്തരത്തിൽ ഇവർ ആരോപിക്കുന്നത് കൊണ്ടാണ് ആശുപത്രി അധികൃതരുമായി ഇവർ നിരന്തരം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ മരണം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ ആരാഞ്ഞത്. പക്ഷേ ആശുപത്രി അധികൃതർ കൃത്യമായ വിവരം ഇപ്പോഴും നൽകിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ പിതാവ് പോലീസിൽ പരാതിപ്പെടുകയും പിന്നീട് ഇന്ന് രാവിലെ ലൂർദ് മാതാ പള്ളിയുടെ സെമിത്തേരിയിൽ നിന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. സനീഷ്, ശരി, നന്ദി ആൽവിൻ വിവരങ്ങൾക്ക്. എന്തായാലും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്.